കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഭാസ്കരൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ നിധിക്കൊക്കെ മേടിച്ചിട്ട് കൊടുത്തില്ല. അപ്പം നീതി ഇങ്ങനെ പറയണേ, ഇത്രയും ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ എനിക്കൊരു സംശയം, എന്താ അച്ഛൻ പാവമാണല്ലോ, പിന്നെ എങ്ങനെ അച്ഛൻ അമ്മയെ എന്ന് പറയും. അത്രയും പറയുള്ളൂ. അപ്പോഴത്തേനും അവരൊക്കെ ആകെ ഞെട്ടും. അയ്യോ സോറി, ഞാനങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതെന്ന് എന്ന് പറയും. അത് സാരില്ല, എന്താ കൊലപ്പുള്ളിക്ക് ചിക്കൻ ഫ്രൈ മേടിച്ചിട്ടുണ്ടോന്നൂടെ, കൊലപ്പുള്ളിക്ക് പാട്ട് പാടിക്കൂടെ എന്നിങ്ങനെ ദേഷ്യത്തോടെ ഹരീഷ് ചോദിക്കുന്നു. അപ്പോൾ ഹരീഷിന് അച്ഛനോട് ഭയങ്കര വൈരാഗ്യമാണ്. ആ സമയത്ത് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കും. നിധി എഴുന്നേക്കാൻ പോകുമ്പോൾ നികേഷ് പറയും, ഞാൻ അടുത്തുണ്ട് ഏട്ടത്തി എന്ന് പറയും. അങ്ങനെ നമ്പറാണല്ലോ എന്ന് പറയും. ഇതാ ജ്യോതിയുടെ വീട്ടുകാരാണ്, നമ്മൾ സുഭാഷേട്ടൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ പോയില്ലേ എന്ന് പറയും. അങ്ങനെ സ്പീക്കറിൽ ഇടാൻ പറയും. ഫോൺ എടുക്കും. ഹലോ ജ്യോതി, എന്താ വിശേഷം, സുഖമല്ലേ എന്ന് ചോദിക്കും. എനിക്ക് സുഖമാണ്, നിങ്ങൾക്കോ? ഞങ്ങൾക്ക് സുഖമാണെന്ന് പറയും. എന്തായി, ഞങ്ങൾ സുഭാഷേട്ടനായിട്ട് സംസാരിച്ചിട്ട് ഇഷ്ടമായോ ജ്യോതിക്ക് എന്ന് ചോദിക്കും. സോറി, അത് പറയാൻ കൂടി ഇനി വിളിച്ചത്, അതെനിക്ക് സെറ്റാവില്ലടോ എന്ന് പറയും. അതെന്ത് പറ്റിയെന്ന് ചോദിക്കും നിധി. അത് ശരിയാവില്ല, ആളൊരു അങ്കിൾ വൈബാണ്. എന്ത് ചോദിച്ചാലും സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന കാര്യവും പാചകത്തിൻ്റെ കാര്യവും മാത്രമേ പറയാനുള്ളൂ. ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാണിനും പെണ്ണിനും എന്തെല്ലാം പറയാനുണ്ടാവും, അതൊന്നും സംസാരിക്കില്ല. ഇത് മാത്രം. കുറേ ഞാൻ ശ്രമിച്ചു നോക്കി. അത് നിധി അപ്പം നിധി പറയും, പെട്ടെന്ന് തോന്നിയതാവും, 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. ഇല്ലടോ, 3 തവണ ഞാൻ സംസാരിച്ചു, 3 തവണയും ഒരു കാര്യമില്ല. നമുക്ക് നിരാശ തോന്നുന്ന സംസാരമാണ് ആളുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ ഇനിയത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, സോറി, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജ്യോതി ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവരല്ലാത്ത ഭയങ്കര വിഷമത്തിലായിരിക്കും. പെട്ടെന്ന് സുഭാഷ് വരും. സുഭാഷ് വന്ന് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകും. എന്താണെന്ന് ചോദിക്കേ, ഒന്നുമില്ല എന്ന് പറയും. സുഭാഷ് ഏട്ടൻ ജ്യോതി വിളിച്ചിരുന്നു എന്ന് ചോദിക്കും. ഇല്ല. അപ്പോൾ സുഭാഷ് വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അന്നപ്പോഴത്തേനും മരക്കഴുത എന്തിനാ അതൊക്കെ ചോദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നിധി സുധീഷിനെ വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് പിന്നെ എന്ത് ചെയ്യും ഇനി, എങ്ങനെ ചോദിക്കും എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സുഭാഷ് വരും. സുഭാഷ് ഏട്ടൻ ആ പെൺകുട്ടിയെ വിളിച്ചോ എന്നിങ്ങനെ വീണ്ടും ചോദിക്കും. ഞാനൊന്നും വിളിച്ചില്ലടാ, അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് വിളിക്കാനാണ്, എന്ത് സംസാരിക്കാനാണെന്ന് പറഞ്ഞ ആൾ വീണ്ടും പോവും. കണ്ട, സുഭാഷ് ഏട്ടൻ ഇങ്ങനെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു കാര്യം ചെയ്യാം, സുനന്ദൻ്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം, സുഭാഷ് ഏട്ടന് വേണ്ടി ആലോചിക്കാമെന്ന് പറയും. സുനന്ദൻ്റെ വീട്ടിലേക്കോ? അത് വേണ്ട ഏട്ടത്തി, അത് ശരിയാവില്ല, സെറ്റാവില്ല എന്ന് നികേഷ് തന്നെ പറയും. എന്താ സെറ്റാവാണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ ആ പാവം മനുഷ്യൻ ജീവിക്കുന്നത്. ആ ജ്യോതി തന്നെ പറഞ്ഞില്ലേ, നിങ്ങളുടെ കാര്യം പറയാനുള്ള നേരമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി വിഷമിച്ചാലും നാണം കെട്ടാലും ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. സുഭാഷ് ഏട്ടനാണെങ്കിൽ സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളായിട്ട് എന്തിനാ അത് എതിർക്കണേ, നമ്മളിത്തിരി ബുദ്ധിമുട്ടിയാലും അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കല്ലേ വേണ്ടതെന്നൊക്കെ പറയും. അതിനുശേഷം പിന്നീട് നിധി വീണ്ടും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി പുറത്ത് വന്നിരിക്കണേ. അപ്പോൾ അവിടേക്ക് നമ്മുടെ സുധീഷ് വരും. എന്താടോ താനെ എന്താ ആലോചിച്ചിരിക്കണേന്ന് പറയും. അല്ല, ഞാൻ ആ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുമെന്ന് പറയും. സുഭാഷേട്ടൻ്റെ കാര്യമല്ലേ എന്ന് പറയും. അപ്പോൾ സുഭാഷ് പെട്ടെന്ന് വാതിക്കൽ വരുമ്പോൾ സുധീഷും നിധിയും കൂടെ സംസാരിക്കുന്ന കണ്ടപ്പോൾ സുഭാഷിന് വലിയ സന്തോഷമാവും. സുഭാഷ് വേഗം അകത്തേക്ക് പോകും. എന്നിട്ട് അവർ അനിയന്മാരോട് പറയും, ഞാൻ മൊബൈലൊക്കെ എടുത്തേച്ചേ, ഒരുപാട് നേരമായി എന്ന് പറയും. എന്നിട്ട് പുറപ്പൊക്കെ പോസ്റ്റൊക്കെ എടുക്കുമ്പോൾ പറയും, അതേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുധീഷിനെ വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടോ താൻ വിചാരിക്കുന്ന പോലല്ല, തനിക്കറിയില്ല അവർ സമ്മതിക്കില്ല, അവരൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. താനിപ്പോൾ അന്ന് കണ്ടത് തന്നെയല്ലേ, ഒരു കാരണമില്ലാണ്ട് അവർ വഴക്കുണ്ടാക്കണത്. അതും ശരിയാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സുഭാഷേട്ടൻ്റെ കാര്യങ്ങളൊന്നും സമ്മതിച്ച് ചെയ്തു കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം സുഭാഷേട്ടനായിട്ട് നമ്മളോടൊന്നും ആവശ്യപ്പെടില്ല. നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുക്കണ്ടേ എന്ന് പറയും. പിന്നീട് സുഭാഷിനെയൊക്കെ കാണിക്കുന്നുണ്ടാവും. സുഭാഷ് പറഞ്ഞിട്ടാ, പുറത്തെ നിധിയും സുധീഷൊന്നും സംസാരിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മുടെ സുധീഷിനെ ആ പെൺകുട്ടിക്ക് നിധിക്ക് ഇഷ്ടപ്പെടും. നിധി ഒരിക്കലും പോകില്ല, നീ നോക്കിക്കോ. കാര്യം കുറച്ച് കുരുത്തക്കേടുണ്ടെങ്കിലും സുധീഷും പാവണ്ടാന്ന് പറയും. അങ്ങനെ ആവട്ടെ എന്ന് പറയും. അപ്പോൾ ഹരീഷ് നികേഷിനെ എടുത്തേക്ക് വിളിക്കൊണ്ട് വന്നേടാന്ന് പറയും. നമുക്ക് ഏട്ടത്തി പറഞ്ഞത് അങ്ങോട്ട് ആലോചിച്ചാലോ എന്ന് പറയുന്നത്. ആ സുനന്ദൻ്റെ വീട്ടിലേക്ക് ഒരു തവണയും കൂടെ പോയാലോ, നാണം കെട്ടാലും നമ്മുടെ സുഭാഷ് ഏട്ടന് വേണ്ടിയല്ലേ എന്ന് പറയും. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, നമുക്ക് പോകേട്ടാ, നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ സുധീഷ് നിധി പറഞ്ഞത് കാരണം കൊണ്ട് ഇപ്പം സ്വന്തം ഡ്രസ്സൊക്കെ സ്വയം തന്നെ കഴുകണ്. അപ്പോൾ ഓരോ ഷർട്ടുകളൊക്കെ കഴുകി ഇങ്ങനെ ഇടുന്നു. വിരിച്ചിടുന്നതൊന്നും വലിയ ഭംഗിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ നിധി സുധീഷിനെ അന്വേഷിച്ച് വരും. സുധീഷേ എന്ന് പറയും, എന്തേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, ഇന്നലെ പറഞ്ഞ കാര്യം, സുനന്ദനോടേക്ക് പോണ കാര്യം, അതോ അത് വേണോടോ എന്ന് ചോദിക്കും.
പോകണം, നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ ഇതിന് അനിയന്മാരും വരും, ഏട്ടത്തിന്ന് പറയും, എന്താ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായിരുന്നു ചോദിക്കും. ഞങ്ങൾ തയ്യാറാണ്, നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ ഇതിനും കവറൊക്കെ കക്ഷത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് സുഭാഷും വരുന്നുണ്ട്. സുഭാഷിനെ കാണുമ്പോൾ പെട്ടെന്ന് പെണ്ണ് കാണുന്ന ചടങ്ങെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിഷയം മാറ്റുന്നുണ്ട്. എന്താ, ഒരു 2 ദിവസമായില്ല തുടങ്ങിയിട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ സംസാരിക്കും, എന്നെ കാണുമ്പോൾ വിഷയം മാറ്റുന്നുണ്ടല്ലോ, എന്താ ഉണ്ടായേ പറയുമെന്ന് പറയും. ഇല്ല, ഞങ്ങൾ സിനിമയുടെ കാര്യം പറഞ്ഞതാ, സിനിമയൊന്നല്ല എന്ന് പറയും. അതെ, സത്യമാണെന്ന് പറയും. ഇതൊരു കാര്യം കേട്ടോ, അവരൊക്കെ ഉത്തരക്കൊള്ളിയൊന്നും ഒപ്പിക്കരുതെന്ന് പറയും. ഇല്ല സുഭാഷ് ഏട്ടനോട് ഞങ്ങൾ എന്ത് മറക്കാനാണ്, അല്ല നിങ്ങളുടെ കാര്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതേ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും കഴിച്ചിട്ട് പുറത്തേക്ക് പോകാവൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ അവരോട് ചട്ടം കെട്ടിയിട്ട് സുഭാഷ് ഏട്ടൻ നേരെ തിരിഞ്ഞു പോകും. കണ്ട, ഇത്രയും പാവമായ ഒരു മനുഷ്യനാണ്. ഈ ഇദ്ദേഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സുനന്ദര വീട്ടിൽ പോവുക? അവരെ കാല് പിടിച്ചായാലും ഒരു പക്ഷെ സമ്മതിച്ചാലോ, നമ്മൾ ചെന്ന് ചോദിച്ചിട്ടില്ലല്ലോ, ചോദിക്കാണ്ടൊരു പ്രശ്നം വേണ്ട എന്ന് പറയും. അപ്പോഴത്തേനും സൈക്കിളിൻ്റെ ബെല്ലടി കേൾക്കും. ഭാസ്കരൻ പാട്ടൊക്കെ പാടി വരുന്നുണ്ട്. കല്യാണ കച്ചേരി പാടാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് വരുന്നത്. എന്നിട്ട് അവിടേക്ക് വന്ന് സൈക്കിൾ സ്റ്റാൻഡൊക്കെ ഇട്ടിട്ട് പറയും, അതെ ഇന്ന് കുഞ്ഞിക്കര അവിടെ ആടിനിറക്കണ ആൾ വന്നില്ല. ആടിനിറക്കണ ആൾ വരാണ്ടായപ്പോൾ കുഞ്ഞിക്ക എന്നോട് പറഞ്ഞ് മട്ടൻ ബിരിയാണി വയ്ക്കാൻ ആടിനിറക്കാനൊന്ന് സഹായിക്കും ഭാസ്കര എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തെന്നറിയാം, മുട്ടനാടിൻ്റെ തലയ്ക്ക് നോക്കി ഒരു അടി ഇടും. മുത്തനാട് ബോധം കെട്ട് വീണ്, ബോധം കെട്ടല്ല ചത്ത്, അങ്ങനെ കഴുത്തറുത്തൊക്കെ കൊടുത്ത് ബിരിയാണി, അതുകൊണ്ട് എന്താ 5 ബിരിയാണി നിങ്ങോട്ട് വരും എന്ന് പറഞ്ഞ്. കുഞ്ഞിക്ക് പറഞ്ഞ് സഹായിക്കാണ്ട് പറ്റില്ലല്ലോ, കയ്യുമൊക്കെ നല്ല ചോരര മണം എന്ന് പറഞ്ഞ് ഭാസ്കരൻ ഒന്ന് കഴുകുന്നുണ്ട്. അപ്പം നിധി പറയും, നമുക്ക് അച്ഛനോട് പറഞ്ഞാലോ എന്ന് പറയും. നല്ല കാര്യമായിട്ടുണ്ട്, അച്ഛനോടൊന്നും പറയണ്ടെന്ന് അവർ പറയും. പക്ഷേ നിധി അത് കേൾക്കാൻ കൂട്ടാക്കില്ല. അച്ഛാ, സുഭാഷേട്ടന് സുനന്ദനെ ഇഷ്ടമാണ്, സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്ന് പറയും. ഞാൻ എന്ത് വേണമെന്ന് പറയും. നമുക്ക് ആ കല്യാണം നടത്തി കൊടുക്കുക കേട്ടാ, കല്യാണം നടത്തി കൊടുക്കുക അച്ഛാന്ന് പറയും. കല്യാണം നടത്തി കൊടുക്കാനോ ഞാനോ? മോളെ നീ പുതിയതാണ്, നിനക്കൊന്നും അറിയില്ല. എടാ മരക്കഴുതകളെ, നിങ്ങൾക്ക് അവരെ സ്വഭാവം അറിഞ്ഞൂടെ എന്ന് പറയും. അപ്പോൾ 3 ആമക്കളും തിരിഞ്ഞിക്കും മരക്കഴുതാന്ന് വിളിച്ചപ്പോൾ. നിങ്ങളല്ലേടാ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയും. അച്ഛാ, എല്ലാതും അറിയാം, നമ്മളതായിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ടില്ലല്ലോ, പെണ്ണ് ചോദിച്ചു ചെന്നിട്ടില്ലല്ലോ. ആ പൂതനരെയും കടോൽഗജൻ്റെ അടുത്തേക്ക് ഞാൻ പോകണോ? അതൊരിക്കലും ഇല്ല. ഇനി അഥവാ അവർ സമ്മതിച്ചാൽ തന്നെ അവളെ ഞാൻ ഈ പടി കയറ്റില്ല. അവൾ കാരണം കൊണ്ടാണ് അന്ന് സുഭാഷും ഇവരും കൂടി സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. എന്നിട്ട് അവളൊരു അക്ഷരം മിണ്ടിയ, അവൾ അവിടെ നിന്ന് മോങ്ങിയല്ലേ ഉള്ളൂ. അവരായിട്ടൊരു ബന്ധവും ഈ ജീവിതത്തിൽ പാടില്ല എന്നാണ് എൻ്റെ ഒരു നിർബന്ധം. അവളെ ഈ പടി ഞാൻ കയറ്റില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ ഒറ്റക്കാലി ഇങ്ങനെ നിൽക്കണ്. അപ്പോൾ നിധിക്ക് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇങ്ങനെ നിധി അങ്ങനെ ആകെ വിഷമിച്ചിരിക്കണ്. ഭാസ്കരനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ പഠിപ്പുണ്ടായിട്ട് കാര്യമില്ല മോളെ, ഓരോരുത്തരെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണമെന്ന് പറയും. അതിനുശേഷം അനിയന്മാരും സുധീഷൊക്കെ ആയിട്ട് നിധി പോകുന്നുണ്ട്. അവിടെ ചെന്ന് സുനന്ദര വീട്ടുകാരോട് ഇങ്ങനെ പറയും, 2 പേർക്കും പരസ്പരം ഇഷ്ടമാണ്, പിന്നെ എന്തിനാണ് നിങ്ങളിതിങ്ങനെ തടയിനേന്ന് ചോദിക്കും നിധി. അപ്പോൾ പറയുന്നുണ്ട്, അതെൻ്റെ മോളെ ഞങ്ങളൊരു ഗൾഫുകാരനാണ് കണ്ടുവച്ചത്, ഗൾഫുകാരന് കെട്ടിച്ചു കൊടുക്കാണ്ട് ആ കൊലപ്പുള്ളിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കാനാ, പിന്നെ ഞങ്ങൾക്ക് പ്രാന്തല്ലേ എന്ന് പറയും. നിന്നെപ്പോലെ ഒരു പെണ്ണ് ഈ വീട്ടിൽ വന്നത് ചോദിക്കാനേ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുനന്ദരമ്മ നിധിനെ ആട്ടണ്. നിധിക്കെങ്കിലും മറുപടി ഒന്നും പറയാനില്ല. അപ്പം നിധി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്, സുനന്ദയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സുനന്ദര വീട്ടുകാർ മുഴുവനും നമ്മുടെ നിധിയുടെ ഈ സുധീഷിൻ്റെ ഫാമിലിനെ മൊത്തത്തിൽ ഇങ്ങനെ ആക്ഷേപിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിച്ചു വരുന്നു. അപ്പോൾ ഭാസ്കരൻ ഇവരെയും കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, കണ്ടോ ഇപ്പം എന്തായി, ഈ ജമ്മത്ത് അവൻ്റെ വീട്ടുകാരായിട്ടുള്ള പക എനിക്ക് തീരില്ല, മനസ്സിലായോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നിധിക്ക് മനസ്സിലായി. ഇവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സുഭാഷ് ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്. സുഭാഷ് വലിയ ദേഷ്യത്തോടെയാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.